തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഇന്നലെ യുകെയിൽ നിന്നൊരു അവാർഡ് സ്വീകരിച്ചു. എന്താണ് ഈ അവാർഡ്? സോഷ്യൽ മീഡിയയിലെല്ലാം ഇപ്പോൾ തരംഗമായി മാറിയത്, അതായത് CPM ഹാൻഡിലുകൾ വലിയ രൂപത്തിൽ ആഘോഷിക്കുകയാണ്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് UK നിന്ന് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവാർഡ് ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് CPM ഹാൻഡിലുകൾ, മന്ത്രിമാർ, MLA മാർ, CPMൻ്റെ സൈബർ സഖാക്കന്മാർ, CPM സഹയാത്രികളൊക്കെ വലിയ തരത്തിലുള്ള ആഘോഷം നടത്തുകയാണ്. പക്ഷേ ഈ അവാർഡ് എന്തിനാണ് ലഭിച്ചതെന്നൊരു ചോദ്യം ഉയർത്തുമ്പോഴാണ് ഇതിൻ്റെ അവാർഡിനെ കുറിച്ച് ആളുകൾ പരിശോധിച്ചത്. വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവാർഡ്, അതായത് ഞാൻ മനസ്സിലാക്കുന്നത് രാജ്യത്തെ ഒരു BJP നേതാവാണ് ഈ അവാർഡ് നൽകുന്നത്. അതുമാത്രമല്ല, ഈ അവാർഡ് ഏത് പൊട്ടനും കിട്ടുന്ന ഒരു അവാർഡാണ്. അതായത് എനിക്ക് അവാർഡിന് താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവികയ്ക്ക് ഒരു അവാർഡിന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ അവരായിട്ട് ബന്ധപ്പെടുക, അവർ നമുക്ക് പൈസ കൊടുത്താൽ ഈ അവാർഡ് നമുക്ക് സെറ്റ് ചെയ്ത് തരും. ആ തരത്തിലുള്ളൊരു അവാർഡ് വാങ്ങി തിരുവനന്തപുരം നഗരത്തിൻ്റെ സമഗ്ര വികസനത്തിനും സുസ്ഥിര വികസനത്തിനുമാണ് ഈ അവാർഡ് എന്ന് പറയുന്നത്. തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനം എന്ന് ചോദിച്ചാൽ എന്താണ് വികസനമെന്ന് മേയർ ആര്യ രാജേന്ദ്രന് മാത്രമേ അറിയൂ. കാരണം മറ്റാർക്കും അതറിയില്ല. ഏകദേശം ഒരു വർഷം മുമ്പ് ആണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് നഗരഹൃദയത്തിലൂടെ ഒഴുകുന്ന ഒരു അഴുക്കുചാലിൽ വീണ് ഒരു തൊഴിലാളി മരിക്കുന്ന സാഹചര്യം. ഇത്തരത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ, തിരുവനന്തപുരം നഗരത്തിലെ നിരവധിയായ പ്രശ്നങ്ങൾ നിരന്തരം കോർപ്പറേഷനകത്ത് പ്രതിപക്ഷ കൗൺസിലർമാർ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും അതിനൊന്നും ഒരു പരിഹാരം കാണാതെ, അല്ലെങ്കിൽ കൃത്യമായ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയാത്ത മേയറാണ് ഇത്തരത്തിൽ ഒരു അവാർഡ് വാങ്ങിയതെന്ന് ഓർക്കുമ്പോൾ എന്ത് അവാർഡാണെന്ന് ഈ അവാർഡ് കൊടുത്തവനും അറിയില്ല, അവാർഡ് വാങ്ങിയവനും അറിയില്ല. അതായത് മേയർക്ക് ഈ പേര് പറഞ്ഞ് സർക്കാരിൻ്റെ പണമെടുത്ത്, സാധാരണക്കാരൻ്റെ നികുതി പണമെടുത്ത് UK പോയി അവിടെ മുറിയെടുത്ത് താമസിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അല്ലാതെ കൂടുതൽ ട്രോളുകളും ഇറങ്ങുന്നുണ്ട്. തീർച്ചയായും അതായത് മേയർക്കെതിരെ ട്രോളിൻ്റെ പെരുമഴയാണ്. കേരളത്തിലെ പഴയ പോലെയല്ല, സോഷ്യൽ മീഡിയയുടെ കാലമാണ്. എന്ത് അവാർഡാണ്, ഏത് അവാർഡാണെന്നൊക്കെ നിമിഷ നേരം കൊണ്ട് മേയർ അവിടെ അവാർഡ് സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വിരലുകൾ കൊണ്ട് അമർത്തിയാൽ വിരൽത്തുമ്പിൽ വിവരം കിട്ടുന്ന കാലഘട്ടത്തിലാണ് ഇത്തരം തട്ടിക്കൂട്ട് അവാർഡുകൾ വാങ്ങിയതെന്ന് മേയർ ഓർക്കുന്നത് നല്ലതാണ്. കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ല, പൊട്ടന്മാരല്ല എന്ന് മേയർ ഓർക്കണം. ഇതുകൊണ്ടൊന്നും തിരുവനന്തപുരം മേയർക്കെതിരെ വരുന്ന അഴിമതി ആരോപണത്തിൻ്റെ മുനയൊടിക്കാൻ കഴിയില്ല. മേയർക്കെതിരെ ഗുരുതരമായ ആരോപണം പാർട്ടിക്കകത്തും അല്ലെങ്കിൽ പുറത്തും വരുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു മേയറെ ആ സ്ഥാനത്ത് നിയോഗിച്ചത് തെറ്റായിപ്പോയെന്ന് കരുതുന്ന വലിയൊരു വിഭാഗം CPMൻ്റെ നേതാക്കന്മാർ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുണ്ട്. കാരണം നമ്മുടെ നാട്ടിൻ പുറത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഹലുവയേതാ ഉലുവേതാ എന്നറിയാത്തൊരു മേയറാണ് തിരുവനന്തപുരം നഗരം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ സീനിയോറിറ്റി മറികടന്ന് അവിടെ മേയറാകേണ്ട ഒരു വ്യക്തി മറ്റൊരാളായിരുന്നു, ഒരു വനിതാ കൗൺസിലറായിരുന്നു. അവരെ മറികടന്നുകൊണ്ടാണ് ആര്യ രാജേന്ദ്രനെ ഒരു വിഭാഗം CPM നേതാക്കന്മാർ മേയർ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിച്ചത്. ഒരു പക്വതയില്ലാത്ത, പ്രാപ്തിയില്ലാത്ത, വിവേകമില്ലാത്ത മേയറാണ് തിരുവനന്തപുരം നഗരത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ അവാർഡ് ഒരു തട്ടിക്കൂട്ട് അവാർഡാണ്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം നഗരത്തിനെതിരെ, നഗരസഭ ഭരണത്തിനെതിരെ വരുന്ന ഭരണവിരുദ്ധ വികാരം, ജനവികാരം ഏതെങ്കിലും രൂപത്തിൽ കുറയ്ക്കാൻ കഴിയുമോ എന്നാണ് ഈ അവാർഡ് വാങ്ങിയതിലൂടെ അവർ ലക്ഷ്യമിട്ടത്. പക്ഷേ ഒരു വികാരം കുറയ്ക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഈ അവാർഡ് പണം കൊടുത്തു വാങ്ങിയ അവാർഡാണെന്ന ആരോപണം അടക്കം ഉയർന്നു കഴിഞ്ഞു. ഈ അവാർഡ് ഒരു തട്ടിക്കൂട്ട് അവാർഡാണ്. വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറയുന്ന ഒരു ബുക്ക് നിലവിൽ ഔദ്യോഗികമായി ഒന്നും തന്നെയില്ല. പല തട്ടിക്കൂട്ട് അവാർഡുകൾ ഇത്തരത്തിൽ പല സംഘടനകളിൽ കൊടുക്കാറുണ്ട്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു ട്രെൻഡ്, ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ പണം നൽകി ഒരുപാട് അവാർഡുകൾ നൽകുന്ന സംഘടനകളുണ്ട്. കേവലം 5000 രൂപ തൊട്ട് നൽകിയാൽ പോലും നമ്മുടെ വീട്ടിലേക്ക് സർട്ടിഫിക്കറ്റും മെഡലും ട്രോഫിയും അയച്ചു നൽകാൻ ആളുകളുള്ള സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്തിൻ്റെ സംസ്ഥാന തലസ്ഥാനത്തിൻ്റെ ഒരു മേയർ ഇത്തരത്തിൽ ഒരു കടലാസ് സംഘടനയുടെ അവാർഡ് വാങ്ങിയത്. കാരണം ഒരു അവാർഡ് വാങ്ങുമ്പോൾ, ഇന്നലെ അവാർഡ് ചിത്രം ഞാൻ കണ്ടു, അവാർഡ് വാങ്ങിയ ആ അവാർഡിൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കളറ് പച്ചയാണ്, മേയർ ധരിച്ച വസ്ത്രത്തിൻ്റെ കളറും പച്ചയാണ്. ഈ അവാർഡ് നൽകുന്നതിന് മുമ്പ് ഈ അവാർഡിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കളറ് പച്ചയാണെന്ന് മേയർക്ക് അറിയാനുള്ള ദിവ്യദൃഷ്ടിയുണ്ടോ? അല്ലെങ്കിൽ തിരുവനന്തപുരം മേയർ ഏതെങ്കിലും ആറ്റുകാൽ രാധാകൃഷ്ണനെ പോലെയുള്ള ഏതെങ്കിലും ജോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് അവർ കബഡി നിരത്തി പറഞ്ഞു കൊടുത്താണോ എന്ന് വ്യക്തമാക്കേണ്ടത് മേയറാണ്. കാരണം അതിലൂടെ തന്നെ മനസ്സിലാകും ഇതെല്ലാം ഒരു തട്ടിപ്പ് ഒരു കറക്ക് കമ്പനിയുടെ, ഒരു സിനിമയിൽ മാമുക്ക ഒരു കറക്ക് കമ്പനി നടത്തുന്നുണ്ട്, അതുപോലെ ഒരു കറക്ക് കമ്പനിയുടെ അവാർഡാണ് മേയർ ആര്യ രാജേന്ദ്രന് ലഭിച്ചത്. ഒരു ഗുണവുമില്ലാത്ത തിരുവനന്തപുരം നഗരം കണ്ട ഏറ്റവും മോശം മേയർ ആരാണെന്ന് ചോദിച്ചാൽ നഗരവാസികൾ ഒന്നടങ്കം ഉത്തരം പറയുന്നത് ആര്യ രാജേന്ദ്രനാണെന്നാണ്. അത്തരമൊരു മേയർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നടത്തിയ ഒരു നാടകം മാത്രമാണിത്. ഈ നാടകം കൊണ്ടൊന്നും ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ അവർക്ക് കഴിയില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ കൂടുതൽ അപഹാസ്യരായി മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം പഴയതുപോലെയല്ല,
ജനങ്ങൾക്കിപ്പോൾ കൃത്യമായ കാര്യങ്ങളൊക്കെ അറിയാനുള്ള സംവിധാനമുണ്ട്. ഈ അവാർഡ് എങ്ങനെ വാങ്ങിച്ചെടുത്തു എന്നതാണ് ഇനി മേയർ മറുപടി പറയേണ്ടത്. കാരണം ഈ അവാർഡ് വാങ്ങി കേരളത്തിലേക്ക് വരുമ്പോൾ മേയർക്ക് അഭിനന്ദനങ്ങളും പൂച്ചെണ്ടുകളുമല്ല ലഭിക്കാൻ പോകുന്നത്, കല്ലേറുകളും പൂമാലകൾക്ക് പകരം ചെരുപ്പുമാല അണിയിക്കാനായിരിക്കും തിരുവനന്തപുരത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടുക. മേയർ എന്ന ഔദ്യോഗിക പദവി ഉള്ളതുകൊണ്ട് മാത്രം, പോലീസിൻ്റെ സംരക്ഷണം ഉള്ളതുകൊണ്ട് മാത്രം അവർക്ക് അത് ലഭിക്കില്ല തൽക്കാലം. പക്ഷേ ജനങ്ങളുടെ മനസ്സിനകത്ത് ഇവർ ഈ തട്ടിക്കൂട്ട് അവാർഡ് വാങ്ങി ജനങ്ങളെ പോലും കബളിപ്പിക്കുന്ന തരത്തിൽ തിരുവനന്തപുരം നഗരത്ത് എന്ത് വികസനമാണ് ഇവർ മേയർ അതിന് ശേഷം കൊണ്ടുവന്നത് എന്നൊരു ചോദ്യത്തിന് ഇവർ ഉത്തരം പറയണം. അവർ ബാധ്യസ്ഥരാണ്. നഗരസഭയ്ക്കെതിരെ വലിയ പ്രതിഷേധം നഗരസഭാ ഹാളിനകത്ത് കൗൺസിൽ യോഗം ചേരുമ്പോൾ പ്രതിപക്ഷ കൗൺസിലർമാർ ഉയർത്തുന്നു. നഗരസഭയ്ക്ക് പുറത്ത് വലിയ പ്രതിഷേധം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ പ്രതിഷേധക്കാരെ ഭയന്ന്, അല്ലെങ്കിൽ പ്രതിഷേധക്കാരോട് തങ്ങളുടെ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുകയാണ് തിരുവനന്തപുരം നഗരഭരണത്തെ എന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു ഈ അവാർഡ് അവർ സംഘടിപ്പിച്ചത്. അതായത് ഒരു BJP നേതാവാണ് ഈ അവാർഡ് നിർണയ സമിതി അവാർഡ് കൈകാര്യം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ BJPയും CPM തമ്മിലുള്ള ഒരു അന്തർധാര ആരെങ്കിലും സംശയിച്ചാൽ അതിനെയും കുറ്റം പറയാൻ കഴിയില്ല. അത്തരത്തിൽ മുഴുവൻ മേഖലയിലും സർവ്വമേഖലയിലും പരാജയമായി മാറിയ, സർവ്വമേഖലയും കുളിപ്പിച്ച് നശിപ്പിച്ച ഒരു തിരുവനന്തപുരം നഗരത്തെ പൂർണ്ണമായും നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് കൊണ്ടുചെന്നിട്ട, അതായത് ICUവിലായിരുന്ന തിരുവനന്തപുരം നഗരത്തെ വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ ആര്യ രാജേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിൽ ഒരു നഗര ഭരണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാത്ത ഒരു സ്ത്രീ ഒരു അവാർഡ് വാങ്ങി കേരളത്തിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരവാസികളെ വെല്ലുവിളിക്കുമ്പോൾ അവർക്കുള്ള മറുപടി ബാലറ്റിലൂടെ ജനങ്ങൾ നൽകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അവരുടെ പ്രതിഷേധവും പ്രതികരണവും സമ്മതിദാനാവകാശത്തിലൂടെ ബാലറ്റിലൂടെ അവർക്ക് വിനിയോഗിക്കാനുള്ള അവസരം അവരുടെ പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. 1000 ബുള്ളറ്റുകളേക്കാൾ ശക്തമാണ് ഒരു ബാലറ്റ് എന്ന് പറയുന്നത് പോലെ ആ ബാലറ്റിലൂടെ അവരുടെ ജനവിരുദ്ധ വികാരം, അല്ലെങ്കിൽ അവരുടെ ഭരണവിരുദ്ധ വികാരം ജനങ്ങൾ പ്രതിഫലിപ്പിക്കും. അതോടൊപ്പം തന്നെ ഈ അവാർഡ് എങ്ങനെ സംഘടിപ്പിച്ചതാണെന്ന് ജനങ്ങളോട് മറുപടി പറയാനുള്ള ഉത്തരവാദിത്തം ആര്യ രാജേന്ദ്രനുണ്ട്. അത് മറുപടി പറയാനുള്ള ബാധ്യത ജനങ്ങളോട് അവർക്കുണ്ട്. അത് അവർ മറുപടി പറയണം. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ തട്ടിക്കൂട്ട് അവാർഡുകൾ സംഘടിപ്പിച്ച് ഇവരെന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത്? നേരത്തെ കോവിഡ് കാലത്ത് KK ശൈലജ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന സാഹചര്യത്തിൽ അവർ ഇങ്ങനെ പറഞ്ഞിരുന്നു, അമേരിക്കയിൽ നിന്ന് അവർക്ക് വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ട്. അവർക്ക് മറ്റ് അവാർഡുകൾ ലഭിക്കാൻ പല സംഘടനകളും ബന്ധപ്പെട്ടിട്ടുണ്ട്. അവാർഡുകൾ അവർ നിരസിച്ചു എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. അതേ തരത്തിലുള്ള ഇത്തരം തട്ടിക്കൂട്ട് അവാർഡുകൾ വാങ്ങി താൻ എന്തോ വലിയ സംഭവമാണ്, തിരുവനന്തപുരം നഗരത്തെ താൻ കീഴ്മേൽ മറിച്ചു എന്ന് കാണിക്കാനാണ് ആര്യ രാജേന്ദ്രൻ ശ്രമിച്ചതെങ്കിൽ അവരുടെ മുഴുവൻ കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ അവാർഡിൻ്റെ തട്ടിപ്പ്, അവാർഡിൻ്റെ പൊള്ളത്തരം സോഷ്യൽ മീഡിയ പൂർണ്ണമായും തുറന്നു കാണിച്ചു എന്ന് മാത്രമല്ല, ഈ അവാർഡ് ഒരു തട്ടിക്കൂട്ട് അവാർഡ് മാത്രമാണ്. അതോടൊപ്പം തന്നെ ഈ അവാർഡ് വാങ്ങിയത് എങ്ങനെയാണ് എന്ന് ജനങ്ങൾക്കെല്ലാം ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞു. ഈ ഒരു പശ്ചാത്തലത്തിൽ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്തെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്. ജനവഞ്ചകയായ ഒരു മേയർക്ക് അവരുടെ ആ സ്ഥാനത്ത് തുടരാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നൊരു ചോദ്യം കൂടി തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ ഒന്നടങ്കം രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ചോദിക്കുകയാണ്. CPMലെ ആളുകൾക്കടക്കം ഈ തട്ടിപ്പ് അവാർഡുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമുണ്ട്. അവരുടെ പ്രതിഷേധം അവർ പല രൂപത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ജനങ്ങളെ വഞ്ചിച്ച ഒരു അവാർഡ് കൊണ്ട് എന്ത് നേട്ടമാണ് സംസ്ഥാനത്തിനും തിരുവനന്തപുരം നഗരത്തിനും ആ നഗരസഭയ്ക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞതെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം ഒന്ന് പറഞ്ഞാൽ, ഉത്തരം തന്നാൽ അത് വലിയ ഉപകാരമായിരിക്കും.